നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മീൻ മാത്രം കഴിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടറിമാർക്ക് കുറഞ്ഞപക്ഷം 6 ലക്ഷം രൂപയുടെയെങ്കിലും ചായ കുടിക്കാം. ഇനി 10 ലക്ഷത്തിൻ്റെ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പാലിൽ തങ്കഭസ്മം കലക്കി കഴിച്ചാലും നമുക്ക് വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലെ തൊഴിലാളി പാർട്ടിയുടെ ഉന്നതനായ നേതാവിന് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണമെങ്കിൽ നെയ്മീൻ തന്നെ വേണമെന്നുള്ള കാര്യം ഈ അടുത്ത സമയത്താണ് മലയാളികൾ തന്നെ അറിഞ്ഞത്. അതായത് സി ദിവാകരൻ, CPIയുടെ സമുന്നതനായ നേതാവ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. അതായത് പിണറായി വിജയൻ ക്യാപ്റ്റനായും സി ദിവാകരൻ വൈസ് ക്യാപ്റ്റനായുമുള്ള ഒരു ജാഥ നടത്തിയിരുന്നു. ആ ജാഥ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പിണറായി വിജയൻ ചോദിച്ചു, ഇന്ന് ഭക്ഷണം ആരുടെ വീട്ടിലാണ്? സി ദിവാകരൻ മറുപടി പറഞ്ഞു, ആനത്തടലവട്ടം ആനന്ദൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ഒരു VS പക്ഷക്കാരനായല്ലേ, അയാളുടെ വീട്ടിൽ എന്തിനാണ് ഈ ഭക്ഷണം ഏർപ്പാടാക്കിയത് എന്നുള്ള രീതിയിലായിരുന്നു പിണറായി വിജയൻ്റെ ഒരു പെരുമാറ്റം. അതിനുശേഷം പിന്നീട് അവിടെ പോകുമ്പോൾ എന്താണ് കറിക്കുള്ളത് എന്ന് നോക്കുമ്പോൾ അവിടെ ചൂരമീനാണുള്ളത്. ഈ ചൂരമീൻ കണ്ട ഉടനെ തന്നെ പിണറായി വിജയൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്തത്. അതായത് ചൂരമീൻ ഒരു തൊഴിലാളി നേതാവിന് ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റില്ല. കാരണം അത് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ജനങ്ങളുടെ നികുതി പണമോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ കൊടുക്കുന്ന പൈസയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് യഥേഷ്ടം ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. നെയ്മീൻ കൂട്ടി തന്നെയാണ് പാർട്ടി സെക്രട്ടറി ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ പിറ്റേ ദിവസം ഇദ്ദേഹത്തിന് ജാഥ സമാപിക്കുന്നത് പാറശാലയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സത്യനേശൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. കാരണം തൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് പോലും ഇദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. അപ്പോൾ സി ദിവാകരൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ പാളയത്തെ മാർക്കറ്റിൽ പോയി ചെന്ന് കുറച്ച് നെയ്മീൻ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ച് പിണറായി വിജയന് കൊടുത്താൽ ഈ വിഷമമൊക്കെ മാറിക്കിട്ടും. അങ്ങനെ പിറ്റേ ദിവസം പാറശാലയിൽ ഈ ജാഥ സമാപിക്കുന്ന സമയത്ത് അവിടെ ഇദ്ദേഹം ഈ നെയ്മീൻ അടങ്ങിയ ഭക്ഷണം എത്തിക്കുന്നു. അങ്ങനെ പിണറായി വിജയനെ സന്തോഷപ്പെടുത്തി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നെയ്മീൻ കഴിച്ചു മാത്രമേ ചോറുണ്ണുള്ളൂ എന്ന തീരുമാനമെടുത്ത പാർട്ടി സെക്രട്ടറിയുടെ, അത്തരത്തിലൊരു മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടറിമാർക്ക് കുറഞ്ഞപക്ഷം 6 ലക്ഷം രൂപയുടെയെങ്കിലും ചായ കുടിക്കാം. അതിന് വലിയ തെറ്റൊന്നും നമുക്ക് കാണുവാൻ കഴിയില്ല. ഇനി 10 ലക്ഷം കൊടുത്താലും ചായ വാങ്ങിക്കഴിച്ചാലും ഒന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം ജനങ്ങളുടെ നികുതി പണമല്ലേ, എങ്ങനെ വേണമോ ചിലവാക്കാം. കുറച്ചു കാലം മുന്നേ കണ്ണടകളായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ഹോബി. ഇപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും, കേട്ടാൽ വലിയ ഭയമൊന്നും തോന്നില്ല. കാരണം ഈ രീതിയിലാണ് ഭരണം മുണ്ട് മുറുക്കി എടുത്തുകൊണ്ട് ജനങ്ങൾ ജീവിക്കുന്ന ഈ കാലത്തും ഉദ്യോഗസ്ഥരും പ്രമാണിമാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഈ രീതിയിലാണ് ഭരണം മുന്നോട്ട് നീക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.